എത്ര നാൾ കഴിഞ്ഞാലാണ് നമ്മളെല്ലാം മറന്ന് ജീവിക്കുക? അങ്ങനെ ജീവിച്ചാൽ തന്നെ അതെത്ര കാലം? ഓർമ്മകൾക്ക് മരണമില്ലെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ ഓർമ്മകളും അങ്ങനെ ആവണമെന്നുണ്ടോ? കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് എന്നെങ്കിലും ഒരു നാൾ മൂടിപ്പുതച്ചൊളിപ്പിച്ചു വെച്ച ഓർമ്മകൾ അത്രയും വീണ്ടും മനസ്സിലേക്ക് ഒലിച്ചു വരും. തീർച്ച ഒരു പരിചയക്കാരൻ എന്ന പോലെ നമ്മെ വേദനിപ്പിക്കും വേട്ടയാട്. പ്രത്യേകിച്ച് ഒരുപാട് സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തവളുടെ, ഉറക്കമില്ലാത്ത രാത്രി കൂട്ടിനാക്കി തന്നു പോയവളുടെ, കരഞ്ഞു കനലാളിയ ചിന്തകളിൽ തെളിനീരോളം കെൽപ്പുള്ള പുഞ്ചിരി ഒന്നുകൊണ്ട് മാത്രം ശുദ്ധി ചെയ്ത് കനൽ പോലും നാണിച്ചു പോകുന്ന സന്ദർഭങ്ങൾ അപ്പോൾ സൃഷ്ടിക്കപ്പെടും. നമ്മളത് മറന്നതായി നടിക്കും. പണ്ടെപ്പോഴോ സന്ദർഭത്തിനൊത്ത് വേഷമണിഞ്ഞാടിയതാണെന്ന് കരുതി സ്വയം മനസ്സിൽ തൃപ്തിയടയുവാൻ ശ്രമിക്കും. എന്നാൽ അന്നത്തെ ചുംബനങ്ങൾ ഒഴുകിയ മനസ്സിലെ വ്രണപ്പാടുകൾക്ക് പൊള്ളുന്ന നീറ്റലുണ്ടാവും. പ്രണയം അത്തരമൊരു പ്രപഞ്ച സൃഷ്ടിയാണ്. ആ സൃഷ്ടി പലരിലും പല രീതികളിൽ വെളിപ്പെടുന്നു. ചിലർക്ക് നഷ്ടസ്വപ്നങ്ങളുടെ, മറ്റു ചിലർക്ക് മരണത്തിൻ്റെ, ചിലരതിൽ അസ്തിത്വം കണ്ടെത്തുന്നു, ചിലരതിൽ കാമകേളികൾ കണ്ടെത്തുന്നു, ചിലരതിനെ മനസ്സാൽ ഭരിച്ച് സന്തോഷം കണ്ടെത്തുന്നു. അങ്ങനെ പല പല രീതിയിലും ഭാവത്തിലും പ്രകൃതി അതിൻ്റെ പുനരാവർത്തനത്തിന് ഒരുക്കം കൂട്ടുന്നു. അതിർവരമ്പുകളില്ലാത്ത സ്നേഹം ഏതോ ശൂന്യതയിൽ നിന്നും പിറവികൊള്ളുന്ന ഒരപൂർവ ശക്തി. അത് മനസ്സിലും ശരീരത്തിലും ഒരുപോലെ ചലനം സൃഷ്ടിക്കുന്നു. പിന്നെ രൗദ്രഭാവം കൊണ്ട് താണ്ഡവമാണ്. ശാന്താവസ്ഥയിൽ മൗനമായി ധ്യാനത്തിലിരിക്കുന്നു. ഒടുക്കം ഒരു യാത്ര പോലെ ഏതോ ശൂന്യതയിലേക്ക് മറയുന്നു. പിന്നീടെന്നെങ്കിലും അതേ പ്രകൃതിയുടെ സഹായത്താൽ പുനർജനിക്കുന്നു. കണ്ണീരണിയുന്നു. മഴയായി, കാറ്റായി, മഞ്ഞായി, വസന്തമായി, ചുട്ടുപൊള്ളുന്ന വേനലായി. അതെ, പ്രണയം പ്രകൃതിയാണ്. നമ്മൾ അതിൽ ലയിക്കുന്നു എന്ന് മാത്രം.